ഹായ് ഹലോ അസ്സാം വലൈക്കും. നമുക്കിന്ന് ബട്ടർ പനീർ മസാലയുടെ റെസിപ്പി കണ്ടാലോ? നല്ല അടിപൊളി ടേസ്റ്റായ ചപ്പാത്തിക്കോ പൂരിക്കോ പൊറോട്ടയ്ക്കോ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബട്ടർ പനീർ മസാലയുടെ റെസിപ്പി കാണാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടിടണം. കാരണം വെച്ചാൽ ചില ബട്ടറിന് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കുഴപ്പമില്ല, നോക്കിയിട്ടിട്ടാൽ മതി. അതിനുശേഷം ഞാൻ കുറച്ച് പനീർ ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ പനീറൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ പനീറൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരുപാട് ഫ്രൈ ചെയ്താൽ ഈ പനീർ ഹാർഡായി പോകും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു പനീർ ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത് മാറ്റി വന്നതിന് ശേഷം അതിൻ്റെ ഒരു പാനിൽ തന്നെ ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത്, പിന്നെ ഒരു 3-4 വറ്റൽ മുളക്, പിന്നെ ഒരു 5-8 വെളുത്തുള്ളിൻ്റെ അല്ലി, പിന്നെ ചെറിയ പീസ് ഇഞ്ചി കൂട്ടാൻ പാടില്ല. പിന്നെ അതിനാവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ അതിന് ശേഷം 2 തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൊടികളാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറോ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ ഇതുപോലെ കാശ്മീരി ചില്ലിയും, പിന്നെ അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായി ഫ്രൈ ആക്കിയിട്ട് ഇത് നമുക്ക് ഒന്ന് ആറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ മസാലക്കൂട്ടൊക്കെ നല്ല മിക്സിയിൽ അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ പോലെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഗ്രേവി ആക്കാൻ. അതിനുശേഷം 1 ടീസ്പൂണ് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൊമാറ്റോ സോസും ചേർത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ. അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ച പനീർ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ മേലെ വിതറി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് പനീർ മസാല ഒന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നല്ല നല്ല റെസിപ്പി അറിയാൻ വേണ്ടി സഫീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ല. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും. ബൈ.